ഓപ്പറേഷൻ സിന്ദൂരിന്റെ ശേഷം നടന്നിട്ടുള്ള സാഹചര്യം വിശദീകരിക്കാൻ സർവകക്ഷി യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആണ് നിലവിലെ സാഹചര്യം ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇന്ത്യക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ അൽ ഖ്വയ്ദ, ഇന്ത്യക്കെതിരെ ജിഹാദിനാണ് ആഹ്വാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, പാകിസ്ഥാൻ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞത് പാകിസ്ഥാനിലെ സാങ്കല്പിക ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ അതല്ല എന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മസൂദ് അസർ തന്നെ സ്ഥിരീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു എന്നത്. ഇപ്പോഴിതാ അൽ ഖ്വയ്ദ രംഗത്ത് വരുന്നു. വളരെ കൃത്യമായി ഇന്ത്യ നടത്തിയത് ഭീകര കേന്ദ്രങ്ങളിൽ തന്നെയാണ് ആക്രമണം എന്നതിന്റെ തുടർ പ്രതിഫലനങ്ങളല്ലേ മറ്റു തീവ്രവാദ സംഘടനകൾ, അൽ ഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇപ്പോഴിതാ രംഗത്ത് വരുന്നു. ഒരുപക്ഷെ ഇന്ത്യ നടത്തിയത് ഇങ്ങനെ ഒരു ആക്രമണമൊന്നുമല്ല എങ്കിൽ എന്തിനാണ് ഈ ഭീകര സംഘടനകൾ ഇപ്പോൾ ഇത്രമേൽ പ്രതിരോധത്തിലാകുന്നത്? അഭിലാഷ്, പ്രതീക്ഷിച്ചതാണ്. കാരണം ഭീകര സംഘടനകൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ മറ്റൊരു ഭീകര സംഘടന അവർക്ക് വേണ്ടി രംഗത്ത് വരുന്നത് തീർച്ചയായും പ്രതീക്ഷിച്ചതാണ്. അൽ ഖ്വയ്ദ, ഒസാമ ബിൻ ലാദൻ സ്ഥാപിച്ച ഭീകര സംഘടന, അവർ ഇപ്പോൾ ഏതായാലും പാകിസ്ഥാന് പിന്തുണയുമായി ഇന്ത്യയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു വാർത്താ കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അൽ ഖ്വയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് ഈ വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. അതിൽ ഈ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇന്ത്യൻ അഗ്രഷൻ ഓൺ ദ ലാൻഡ് ഓഫ് പാകിസ്ഥാൻ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. അതിലാണ് ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നലെ ഇന്ത്യ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് സാധാരണക്കാർക്കെതിരെയായിരുന്നില്ല, സൈന്യത്തിനെതിരെയായിരുന്നില്ല, മറിച്ച് ഭീകര താവളങ്ങൾക്ക് നേരെയായിരുന്നു, ഭീകര കേന്ദ്രങ്ങൾക്ക് തന്നെയായിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തകർത്തത്. അതിലൊന്ന് മുറിദ്കയിലെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനമായിരുന്നു, മറ്റൊന്ന് ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിരുന്നു. അവിടെയാണ് 14 പേർ കൊല്ലപ്പെട്ടത്. ഇന്ത്യ തിരയുന്ന ഭീകരനായ മൗലാന മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ബന്ധുക്കളും അടക്കം 10 പേരും കൂടാതെ അനുയായികളായ 4 പേരും കൊല്ലപ്പെട്ടത് അവിടെയാണ്. പാകിസ്ഥാൻ സർക്കാർ തന്നെ 31 പേർ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൽ 16 പേർ ഈ താവളത്തിനകത്ത്, ഭീകര താവളത്തിനകത്ത്, പരിശീലന കേന്ദ്രത്തിനകത്ത് ഉണ്ടായിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഹിസ്ബുൾ മുജാഹിദിന്റെ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഭീകര താവളങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴാണ് അൽ ഖ്വയ്ദ ഇപ്പോൾ ഏതായാലും പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഭീകര സംഘടനകൾ പാക് സർക്കാരിന്, പാക് സൈന്യത്തിനൊക്കെ തന്നെ പിന്തുണ നൽകുന്നത് പുതുമയുള്ള കാര്യമല്ല. പലപ്പോഴായി ഇപ്പോൾ കാർഗിൽ യുദ്ധ സമയത്തൊക്കെ തന്നെ ആദ്യം അവിടെ ഭീകരരെയൊക്കെയാണ് പാക് പട്ടാളം കടത്തിവിട്ടിരുന്നത്. പലപ്പോഴായി അതിർത്തി മറികടന്ന് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഭീകരരെത്തുന്നതും പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ പാക് സൈന്യവും സർക്കാരും ഭീകരരും തമ്മിൽ പലപ്പോഴായി ബന്ധമുണ്ട്. ആ ബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ വാർത്താക്കുറിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് ഈ ഘട്ടത്തിൽ അൽ ഖ്വയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, അവർ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി മറ്റൊരു കറുത്ത അധ്യായം എന്നാണ് ഇപ്പോൾ അൽ ഖ്വയ്ദ ഏതായാലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന്, ഒരു ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അൽ ഖ്വയ്ദ. തീർച്ചയായും രാകേഷ് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യക്കെതിരായ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ് അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന. കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വിറളി പൂണ്ടിരിക്കുന്നു ഈ ഭീകരവാദ സംഘടനകൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഭീകര കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഈ ഇന്ത്യ ആക്രമണം നടത്തിയത്. അങ്ങനെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഭീകരരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ചുവടുവെക്കുമ്പോൾ അത് മറ്റ് ഭീകരവാദ സംഘടനകൾക്ക് അടക്കം വലിയ നിരാശയാണ് സൃഷ്ടിക്കുന്നത് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് എതിരെ യുദ്ധത്തിന് തയ്യാറാകാൻ അടക്കം ഇത്തരം സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യ നടത്തിയ ആക്രമണവും ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ, ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സംഘടനകൾക്ക് രൂപം നൽകുകയും അവർക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്ത താവളങ്ങളിലായിരുന്നു. അതിൽ ലഷ്കർ ഇ തോയ്ബയുടെ താവളമുണ്ട്, ജയ്ഷെ മുഹമ്മദിന്റെ താവളമുണ്ട്, ഹിസ്ബുൾ മുജാഹിദിന്റെ താവളമുണ്ട്. ഇപ്പോഴിതാ അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന. ഓർക്കേണ്ടത്, അബോട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സ്ഥലത്ത്
അൽ ഖ്വയ്ദയുടെ തലവൻ ആയിരുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്ക വകവരുത്തിയതും ഇതുപോലെയുള്ള സൈനിക നീക്കത്തിലൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു സൈനിക നീക്കം തന്നെയാണ് ഇന്ത്യയും നടത്തിയത്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങളിൽ എത്തി അവിടെ അവരെ ആക്രമിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ കൂടുതൽ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ ഭീകര ആസ്ഥാനങ്ങൾ തരിപ്പണമായതായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബഹാവൽപൂരിലെയും മുദ്രിക്കയിലെയും ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ അധികമായും പുറത്തു വന്നിട്ടുള്ളത്. ജെയ്ഷെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. The first two missiles were fired by India in the premises we are standing, and the other two attacks were carried out after a brief gap, and the whole four attacks were carried out in less than 10 minutes. So four buildings have been demolished. One is the admin block just behind you, and the mosque behind me, and additionally two residences. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഏറ്റവും ഒടുവിൽ നമ്മൾ ചേർത്ത് വെച്ചത് അൽ ഖ്വയ്ദയുടെ ഭീഷണിയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഒപ്പം ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കൂ എന്നുള്ളതാണ്. അതാണല്ലോ ഭീകരരുടെ പൊതു സ്വഭാവം. ഒരേ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഭീകര സംഘടനകൾ അവരുടെ താവളങ്ങളിൽ ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിനെതിരെ തിരിയും എന്നത് വ്യക്തമാണ്. പക്ഷേ അൽ ഖ്വയ്ദയുടെ തലവനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നതൊക്കെ ലോകം കണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ ഭീകരവാദ കേന്ദ്രങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണല്ലോ ഈ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നത്. യെസ് അഭിലാഷ്, അതുതന്നെയാണ്. അൽ ഖ്വയ്ദ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ പേടി സ്വപ്നമായ ഭീകര സംഘടനകൾ ഇപ്പോൾ ഇന്ത്യയാണ് തങ്ങളുടെ ടാർഗറ്റ് എന്ന പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ മുഖ്യ കാരണങ്ങളും ഇന്ത്യയുടെ ഇന്നലത്തെ ഈ സൈനിക നീക്കം തന്നെയാണ്. ഈ സൈനിക നീക്കത്തിൽ പ്രധാനമായും ജെയ്ഷയുടെയും ലഷ്കർ ഇ തോയ്ബയുടെയും അടക്കമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നശിക്കപ്പെട്ടു എന്നതാണ് അവരുടെ ഈ പ്രകോപനത്തിന് കാരണമായി മാറുന്നതും. തെളിവായി നമുക്ക് മുന്നിൽ വെക്കാനുള്ളത് ഈ ദൃശ്യങ്ങളും സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഗ്രൗണ്ട് ദൃശ്യങ്ങളും ഇതിൻ്റെ കൃത്യമായ സാഹചര്യം ബോധ്യപ്പെടുന്നതാണ്. ഇന്ത്യ പങ്കുവച്ച ചിത്രങ്ങളല്ല, വിദേശ വാർത്താ ഏജൻസികൾ, സ്വകാര്യ ഏജൻസികളൊക്കെ എടുത്ത സാറ്റലൈറ്റ് ഗ്രൗണ്ട് ദൃശ്യങ്ങളാണ് ഇത് സാക്ഷ്യപ്പെടുന്നത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാവൽപൂരിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ 2015 മുതൽ അവരുടെ ഓപ്പറേറ്റിംഗ് സെൻറ്ററായി പ്രവർത്തിച്ച ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ച ഇടത്താണ്, കൃത്യമായ മർമ്മപ്രധാന സ്ഥാനത്താണ് ഇന്ത്യ ഇത്തരമൊരു സൈനിക നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷേ ഇന്ത്യ പെഹൽഗാമിനൊരു മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടിയും, പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടിയും, പക്ഷേ ഇത്ര തന്ത്രപരമായ ഒരു ഇടത്തേക്ക്, അതിർത്തിയിൽ നിന്നും ഇത്ര അധികം ദൂരത്തേക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്തുമെന്നൊരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് ഇന്ത്യയുടെ സൈനിക നീക്കം പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെയും ഒപ്പം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും രണ്ട് തന്ത്രപ്രധാന ഇടങ്ങളിൽ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ച് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. ഒപ്പം അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അത് കൃത്യം മർമ്മസ്ഥാനത്ത് തന്നെയാണ് പതിക്കുന്നത്. ഇന്ത്യക്ക് എത്രയോ വർഷങ്ങളായി കശ്മീർ അടക്കമുള്ള പ്രതിസന്ധികളിൽ തീവ്രവാദ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, കശ്മീരിനെ ലക്ഷ്യമിട്ട് മാത്രം പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും പോലെയുള്ള സംഘടനകൾ, അവർ വാർത്തുവിടുന്ന പുതുതലമുറ, അവരെ വാർത്തെടുക്കുന്ന പ്രധാനപ്പെട്ട ഇടമാണ്, തന്ത്രപ്രധാന ഇടത്തേക്കാണ് നമ്മുടെ മിസൈലുകൾ പോയി വീണത്. അവിടെ നാശനഷ്ടമുണ്ടാക്കി അത് പൂർണ്ണമായി അതിൻ്റെ അടിവേര് തന്നെ ഇളകുന്ന തരത്തിലേക്ക് ഒരു നീക്കം നടത്തിയത്. സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ കൂടുതൽ പ്രകോപനങ്ങൾക്ക് കാരണമാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സൈനിക നീക്കത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മിസൈൽ വർഷിച്ച ഇടങ്ങൾക്ക് തൊട്ട് സമീപത്തും തൊട്ടടുത്തുമായുമൊക്കെ നിരവധി മനുഷ്യവാസമുള്ള നിരവധി ഇടങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ലക്ഷ്യമായിരുന്നില്ല. പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയോ അവരുടെ സാമ്പത്തിക ശേഷിയോ ഇല്ലാതാക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകൾ ഉണ്ടായിട്ടും അതിലേക്കൊന്നും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യമാക്കി വെച്ചില്ല. മറിച്ച്
ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരവാദ കേന്ദ്രങ്ങളായിരുന്നു. അത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടേക്ക് പോയത്. ഇനി പെഹൽഗാം സംഭവത്തിന് ശേഷമുള്ള നീക്കങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പെഹൽഗാം സംഭവത്തിന് ശേഷം 15 ദിവസങ്ങൾ കഴിഞ്ഞു. 15 ദിവസം രാജ്യം കാത്തുനിന്നു. തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെ വെടിവെപ്പ് നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും അന്വേഷണവും ഒരു സൈഡിൽ നടക്കുന്നു. അതേസമയം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് പാകിസ്ഥാനിലാണ് ഇവരുടെ പ്രവർത്തന കേന്ദ്രം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇടപെടണം. ഇന്ത്യയുടെ തീവ്രവാദം, ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട കാതൽ അവിടെയാണ് എന്ന കാര്യം പലവട്ടം അറിയിച്ചിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല. എന്നു മാത്രമല്ല, ഇന്ത്യ പ്രകോപനമുണ്ടാക്കുന്നു, പാകിസ്ഥാനെ തെളിവില്ലാതെ കുറ്റപ്പെടുന്നു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര വേദിയിലടക്കം പാകിസ്ഥാൻ ആ വാദം ഉന്നയിച്ചു. ഒടുവിൽ ഇന്ത്യ ഇത്തരമൊരു സൈനിക നീക്കം രാജ്യം നടത്തേണ്ടി വരുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടതും. എന്തായാലും അതിൻ്റെ തുടർ പ്രതികരണങ്ങളാണ് പലതായി പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ പ്രകോപന നീക്കങ്ങൾ, ഒപ്പം തന്നെ ലഷ്കർ ഇ തോബയും അൽ ഖ്വയ്ദയും അടക്കമുള്ളവർ നടത്തുന്ന പുതിയ പ്രകോപന നീക്കങ്ങൾ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ ദൗത്യം അത് വളരെ കൃത്യമായിരുന്നു എന്നതും കൂടിയാണ് ഈ ദൃശ്യങ്ങളടക്കം തെളിവായി മുന്നിലുള്ളത്. യെസ്, അതാണ് 25 മിനിറ്റ് മാത്രം നീണ്ട ഓപ്പറേഷൻ. 9 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു, 21 തവണ ഹിറ്റ് ചെയ്തു എന്ന് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഇന്ത്യ ലക്ഷ്യം വെച്ച ആ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വന്നത്. അതിന്റെ